ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് ഒഴുക്കില്ല എന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയിട്ടുണ്ട്. അതായത് സിന്ധു നദീജല കരാർ പൂർണ്ണമായിട്ടും നമ്മൾ റദ്ദ് ചെയ്യുകയും പാകിസ്ഥാനിലേക്ക് വെള്ളം ഒഴുകുന്നത് നമ്മൾ നിർത്തിവെക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ രക്തമൊഴുക്കാതെ വെടിക്കോപ്പുകളൊന്നും തന്നെ ഉപയോഗിക്കാതെ പാകിസ്ഥാനെ നമ്മൾ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നു. പഞ്ചാബ് ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിലെ പ്രവിശ്യകളാണ് അവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളൊക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം കാർഷിക മേഖലയ്ക്ക് ഏറ്റവും അധികം ആവശ്യം ഈ സിന്ധുവിലെ വെള്ളമാണ്. ഈ വെള്ളം തരില്ല എന്ന് ഔദ്യോഗികമായി ഇന്ത്യ അറിയിച്ചിരിക്കുന്നു. അപ്പം ഇതിനു വേണ്ടി ഹ്രസ്വകാല ദീർഘകാല ഇടക്കാല കരാറുകളിൽ ഏർപ്പെടുത്താനായിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇതിൻ്റെ മാർഗരേഖയും തയ്യാറാക്കി. എന്നിട്ടാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചത്. ഇന്ത്യയുടെ ഈ സംഭരണിയുടെ ഒക്കെ ചുമതലയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ജലസേചന വകുപ്പിൻ്റെ ചുമതലയുള്ള സെക്രട്ടറി ഉണ്ട് ദേബശ്രീ മുഖർജി പാകിസ്ഥാനിലെ ജലവിഭവ സെക്രട്ടറിയായ സയ്യിദ് അലി മുർസായെയാണ് ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചത്. അതായത് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കണ്ട എന്നൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന നമ്മുടെ ഉന്നതതല അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരം ഒരു തീരുമാനം ഉണ്ടായത്. അപ്പോൾ ഇത്തരം ഒരു തീരുമാനം എടുത്തതോടുകൂടി 1960 സെപ്റ്റംബറിൽ ലോക ബാങ്കിൻ്റെ സഹായത്തോടെ ഉടലെടുത്ത ഒരു കരാറാണ് റദ്ദാക്കപ്പെടുന്നത്. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പാകിസ്ഥാനിലെ പ്രസിഡന്റ് അയൂബ് ഖാനുമായി ചേർന്നാണ് ഇത്തരം ഒരു കരാറിൽ ഏർപ്പെട്ടത്. ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ സിന്ധു അതുപോലെ ജലം, ചെനാബ് തുടങ്ങിയ പടിഞ്ഞാറേക്ക് ഒഴുകുന്ന നദികളെല്ലാം തന്നെ പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിൽ വന്നു. ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ രവി, ബിയാസ് അതുപോലെ തന്നെ സത്ലജ് നദികളാണ് ഉണ്ടായത്. അതായത് ഇന്ത്യയിൽ കൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് എത്തുന്ന സിന്ധുവിൻ്റെ 80% ജലവും ഉപയോഗിച്ചിരുന്ന പാകിസ്ഥാനാണ്. 20% നമുക്ക് ഉപയോഗിക്കാൻ കഴിയൂ. മാത്രമല്ല ഇതിൻ്റെ ഭാഗങ്ങളിൽ ഡാമുകൾ നിർമ്മിക്കാൻ പാടില്ല, കൈവഴികൾ നിർമ്മിക്കാൻ പാടില്ല, കനാല് പാടില്ല തുടങ്ങിയ വ്യവസ്ഥകളൊക്കെ ഇതിലുണ്ടായിരുന്നു. നമ്മൾ ഇക്കാലം അത്രയും അതൊക്കെ അംഗീകരിച്ചു. പലതവണ പാകിസ്ഥാനും ഇന്ത്യയുമായും പ്രകോപനമുണ്ടായിട്ടും ഈ കരാർ ലംഘിക്കാനോ ഈ കരാർ റദ്ദാക്കാനോ ഇന്ത്യ തയ്യാറായിട്ടില്ല. ഇപ്പോൾ നിർണായകമായ ഒരു തീരുമാനമെടുത്തു. അതായത് ഇന്ത്യ ഔദ്യോഗികമായി ഈ യോഗം ചേരുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതായിട്ടുള്ള വാർത്ത നമ്മൾ പുറത്തേക്ക് വിട്ടു. അപ്പോൾ ലോക രാജ്യങ്ങളുടെ ശ്രദ്ധയിലേക്ക് അത് വന്നു. പാകിസ്ഥാനെ അത് ഞെട്ടിച്ചു കളഞ്ഞു. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് വളരെ ഈ പറയുന്ന വരൾച്ച അനുഭവിക്കുന്ന മേഖലകളിലെല്ലാം തന്നെ ഈ വെള്ളമാണ് കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്നത്, കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഈ ജലസംഭരണികളിൽ വെള്ളം കെട്ടി നിർത്തി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഈ മേഖലയുടെ എല്ലാം പ്രവർത്തനം ഇതോടെ സ്തംഭിപ്പിക്കാൻ പോവുകയാണ്. മാത്രമല്ല കരാർ ലംഘിച്ചതോടുകൂടി ഇനി ഇന്ത്യ ഔദ്യോഗികമായി പാകിസ്ഥാനെ ഈ വെള്ളം സംബന്ധിച്ച കണക്കുകളോ വെള്ളം ഉയരുന്നതിൻ്റെയോ കുറയുന്നതിൻ്റെയോ വിവരങ്ങളോ ഒന്നും ഇൻഫോം ചെയ്യേണ്ട. അതൊരു വലിയ തിരിച്ചടിയാണ്. കാരണം മഴക്കാലത്ത് സ്വാഭാവികമായും സിന്ധുവിൽ വെള്ളം കൂടുകയും വെള്ളമൊക്കെ വൻതോതിൽ കുതിച്ചൊഴുകി എത്തുകയും ചെയ്യുമ്പോൾ പാകിസ്ഥാന് നമ്മൾ മുന്നറിയിപ്പ് നൽകും. ഇത് നമ്മൾ നൽകിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ പാകിസ്ഥാനിൽ എപ്പോൾ വേണമെങ്കിലും പ്രളയമുണ്ടാകാം. അവരത് അറിയുക പോലുമില്ല. അപ്പോൾ മുകൾ ഭാഗത്ത് നിൽക്കുന്ന രാജ്യം, അപ്പോൾ മുകളിലേക്ക് വെള്ളം ഒഴുകുന്ന രാജ്യം ആ ജലം തടഞ്ഞു നിർത്തുന്നു. എന്നിട്ട് ഈ താഴ്വശത്തുള്ള രാജ്യം അറിയാതെ എപ്പോൾ വേണമെങ്കിലും ഈ വെള്ളം തുറന്നു വിടുകയും ചെയ്താൽ ഇതുപോലെ തന്നെ പ്രശ്നമുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ ബോംബായിട്ട് അത് മാറും. കാർഷിക മേഖലയെ എപ്പോൾ വേണമെങ്കിലും വെള്ളത്തിൽ മുക്കിക്കളയാൻ കഴിയും. അപ്പോൾ ഇന്ത്യ ഇത്തരം ശക്തമായ ഒരു നിലപാടെടുത്തു എന്നുള്ളത് പാകിസ്ഥാനെ ഏതാണ്ട് ഞെട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇപ്പോൾ ടിബറ്റൻ മേഖലയിൽ ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് ചെല്ലുന്ന ജലത്തിൻ്റെ 80% അവർക്ക് ഉപയോഗിക്കാനുള്ള അനുമതി ഇന്ത്യ സർക്കാർ അന്ന് നൽകിയത് വലിയ മണ്ടത്തരമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ 2023 ആയപ്പോൾ ഈ ജല ഉടമ്പടിയിൽ ചില മാറ്റങ്ങൾ വേണമെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ജനസാന്ദ്രത കൂടിയിട്ടുണ്ട്, കാർഷിക ആവശ്യങ്ങൾ കൂടിയിട്ടുണ്ട്, അതുപോലെ ജലത്തിൻ്റെ ആവശ്യകത, കാലാവസ്ഥ ദുരന്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതായത് സമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കണം. ഒപ്പം ആവർത്തിക്കുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയുമായിട്ട് പാകിസ്ഥാൻ മുന്നേറുന്നു. ഇതുകൂടാതെയുള്ള കാലാവസ്ഥ വ്യതിയാനം, ഇതെല്ലാം കൊണ്ട് ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞു. പക്ഷേ പാകിസ്ഥാൻ അംഗീകരിച്ചില്ല. അന്നും നമ്മൾ കടുത്ത തീരുമാനത്തിലേക്ക് പോയില്ല. എന്നാൽ ഇപ്പോൾ അതിർത്തിക്കപ്പുറത്തേക്ക് ഭീകരതയെ പിന്തുണയ്ക്കുന്നുവെന്ന് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ ഔദ്യോഗികമായി സമ്മതിച്ചതോടെ ഇനി നോക്കി നിൽക്കാൻ നമ്മൾ സാധിക്കില്ല. നമ്മൾ തീരുമാനമെടുത്തു, വെള്ളം നൽകില്ല. അപ്പോൾ 2016 കശ്മീരിൽ നടന്ന ഇന്ത്യക്കെതിരായ ഒരു ആക്രമണം ഉണ്ടായി. അന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരുന്നു, കാശ്മീരിലൂടെ രക്തവും വെള്ളവും ഒരുപോലെ ഒഴുകാൻ ഞങ്ങൾ അനുവദിക്കില്ല.
അപ്പോൾ ജലം, ചെനാബ്, അതുപോലെ തന്നെ സിന്ധു നദീജലത്തിൻ്റെ 20% പോലും ഉപയോഗിക്കാൻ അനുമതിയില്ലാതിരുന്ന നമ്മൾ അക്കാര്യത്തിൽ കർശനമായ തീരുമാനമെടുക്കും. കടുത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിച്ചു. ഇനി വേൾഡ് ബാങ്കിനെയാണ് ഔദ്യോഗികമായിട്ട് അറിയിക്കേണ്ടത്. ഇത് ഒരു പക്ഷേ എടുത്തുചാട്ടമാണെന്നൊക്കെ കരുതുമെങ്കിലും അങ്ങനെയല്ല. നമ്മൾ വളരെ കൃത്യമായി ആലോചിച്ചുറപ്പിച്ചെടുത്ത തീരുമാനമാണ്. അപ്പോൾ നദികളിലെ ജലസംഭരണത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നു, നദികളിലെ ഒഴുക്ക്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ പറയില്ല. മാത്രമല്ല, നമ്മുടെ നദികളിലെ ഈ ഒഴുകി വരുന്ന വെള്ളമുണ്ടല്ലോ, അത് സംഭരിക്കുന്ന ഡാമിൻ്റെ ആഴം കൂട്ടാൻ തീരുമാനിച്ചു, അതിലെ ചെളി നീക്കാനായിട്ട് തീരുമാനിച്ചു. വൻതോതിൽ ജലം സംഭരിച്ചു കഴിഞ്ഞാൽ അത് ഈ കനാലുകളിലൂടെ ഒഴുക്കി വിടാനുള്ള ടെസ്റ്റിംഗ് ആരംഭിച്ചു. അപ്പോൾ വൻതോതിലുള്ള ആസൂത്രണം കൃത്യമായിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ട് വരുന്നു. ഇന്ത്യയുടെ ഈ ജലവിഭവ വകുപ്പ് മന്ത്രിയുണ്ട് CR പാട്ടീൽ, അദ്ദേഹമാണ് ഔദ്യോഗികമായി പറഞ്ഞേക്കുന്നത്, ഞങ്ങൾ ഈ സിന്ധു നദീജല കരാർ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റദ്ദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റോഡ് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം കുടിവെള്ളം, കൃഷി, അതുപോലെ തന്നെ മറ്റ് മേഖലകളെ എല്ലാം തന്നെ ബാധിക്കുന്ന ഒരു വലിയ ബോംബ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ അത് ഏത് നിമിഷവും നിങ്ങൾക്കെതിരെ പൊട്ടിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെ നൽകുകയാണ്. അപ്പം ജലം റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ മുകളിലേക്ക് ഒഴുകുന്ന രാജ്യത്തിന് എപ്പോഴും ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളത് പാകിസ്ഥാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വാട്ടർ ബോംബായിട്ട് മാറാം. അങ്ങനെ വെള്ളം സംഭരിച്ച് നിർത്തി ഒരു സുപ്രഭാതത്തിൽ ഈ വെള്ളം തുറന്നു വിട്ടാൽ അത് വേണമെങ്കിൽ അവിടെ വെള്ളപ്പൊക്കത്തിന് കാരണമാകാം, കാർഷിക മേഖലയെ പൂർണ്ണമായിട്ടും സ്തംഭിപ്പിക്കാം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ വിട്ടുതരില്ല, ഞങ്ങൾ നിങ്ങൾക്കതിന് തരില്ല. സിന്ധു നദീജല കരാർ ഞങ്ങൾ മരവിപ്പിച്ചിരിക്കുകയാണ്. അണക്കെട്ടിൻ്റെ സംഭരണശേഷി ഉയർത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നദികളിലെ ചെളി ഏതാണ്ട് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുന്നു. ഔദ്യോഗികമായ വിജ്ഞാപനവും നമ്മൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ ജലം റിലേറ്റ് ചെയ്ത പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുക എന്നതാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഏറെ ഗൗരവമായി ചർച്ച ചെയ്യുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾ സഹായിക്കുമെന്ന് കരുതി. എന്നാൽ മുമ്പും എങ്ങുമില്ലാത്ത വിധം യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ പൂർണ്ണമായിട്ടും അവഗണിക്കുകയാണ്. വേൾഡ് ബാങ്കോ യൂറോപ്യൻ യൂണിയനോ ഇതിനെതിരെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം നടക്കുകയോ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയോ പോലും ചെയ്തില്ല. എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന ചൈനയുടെ ആഭ്യന്തര മന്ത്രാലയം പത്രക്കുറിപ്പ് ഇറക്കി ഇന്ത്യക്കൊപ്പമാണെന്ന നിലപാട് സ്വീകരിച്ചു. ഇതുകൂടാതെ ജോർജിയ മെലോനി, ഇമാനുവൽ മാക്രോൺ, അതുപോലെ തന്നെ പുടിൻ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, ഇവരെല്ലാം തന്നെ ഇന്ത്യക്കൊപ്പമാണെന്നുള്ള നിലപാട് സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇവർ മണിക്കൂറുകളോളം ഫോണിൽ സംസാരിച്ചു. പല രാഷ്ട്ര നേതാക്കളും കൂടി ചേർന്നിട്ട്. ഒപ്പം ഈ സൗദിയിലെ രാജാവും ഈ പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും എന്തിന് പാകിസ്ഥാനെ പിന്തുണയ്ക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പം വെള്ളം കൊടുക്കാതെ വെള്ളം കൂടി മുട്ടിച്ച് പാകിസ്ഥാനെ ഞെക്കിക്കൊല്ലുന്ന ഒരവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.